എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നും നിങ്ങൾ കൂടെ വേണമെന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് നോക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. നമുക്ക് ഒന്നാമത്തെ ഫയലായ പച്ച ആപ്പിൾ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയിലെ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടത്. നിങ്ങളും അങ്ങനെ തന്നെ. സാധാരണ രീതിയിൽ ഒരാളും സ്നേഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത, അടുക്കാൻ ആഗ്രഹിക്കാത്ത നിലയിലുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചു. ആ വ്യക്തിയും തിരിച്ച് അങ്ങനെ തന്നെ. വ്യത്യസ്തതകളുടെ ഒരു സൗന്ദര്യം തന്നെയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും അടുപ്പമെന്ന് പറയുന്നത്. വ്യത്യസ്തമായ കാഴ്ചപ്പാടും വ്യത്യസ്തമായ നിലപാടുകളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ പരസ്പരം അടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ആ വ്യത്യസ്തതയെ സ്നേഹിക്കുന്നവരെല്ലാവരും നിങ്ങളിലേക്ക് ഓടിയെത്തി. അത്രത്തോളം കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഒരു സൗന്ദര്യം നിങ്ങളെ അടുപ്പിച്ചിരിക്കുന്നു. എപ്പോഴും ഭൂരിപക്ഷ ആളുകൾ നടക്കുന്ന രീതിയിലല്ലാതെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടെ ജീവിതത്തെ കാണാനും ജീവിതത്തിൽ കൊണ്ടു നടക്കാനുമാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടായപ്പോഴും നിങ്ങളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാട് നിങ്ങളെ ജീവിതത്തിൽ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നിലപാടുകളിൽ ഉറച്ച് നിൽക്കാനാണ് നിങ്ങളെന്നും ഇഷ്ടപ്പെട്ടത്, സ്നേഹിച്ചത്. ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിട്ടുണ്ട്. ആ അവസ്ഥയിലൊക്കെ നിങ്ങളുടെ വ്യക്തി കൂടെ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ നിങ്ങൾക്കിഷ്ടപ്പെട്ട, നിങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയുമായി ചേർന്ന് പോകാനും അത്തരം ഒരു വ്യക്തിയുമായിട്ട് ഒരുമിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിച്ചു. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു വന്നത്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു വന്നത്. ആ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലുടനീളം നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ വ്യക്തി ഉണ്ടാകും. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബലം. അത് നിങ്ങൾക്കും അറിയാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്നെന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അത്രത്തോളം നിങ്ങളെ ഉൾക്കൊള്ളുന്നു, നിങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. അടുത്തായിട്ട് രണ്ടാമത്തെ ഈ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ ഒരു വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ആ വ്യക്തി എന്നെന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സെന്താണ്? ആ വ്യക്തി എന്താണ് തിരിച്ചാഗ്രഹിക്കുന്നത്? ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ ഈശ്വരൻ്റെ ഭാഗത്തു നിന്നുള്ള ദാനമായി ലഭിച്ചതിൽ ആ വ്യക്തി എപ്പോഴും ഈശ്വരനോട് നന്ദി പറയുകയാണ്. കാരണം താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ ലഭിച്ചത് തൻ്റെ ഈശ്വരൻ തന്നോട് കാണിച്ച ഒരു കൃപയാണ്, ഒരു ദയവാണ് എന്ന് വിശ്വസിക്കുകയാണ് ആ വ്യക്തി. അങ്ങനെ നിങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമായി കിട്ടിയതിന് ഈശ്വരനോട് നന്ദി പറയുകയാണ്. പക്ഷേ നിങ്ങളെ സ്നേഹിക്കുമ്പോഴും ആ സ്നേഹം മുഴുവനായിട്ട് ആ വ്യക്തി പ്രകടിപ്പിക്കുന്നില്ല. പലപ്പോഴും നിങ്ങളെ ദുഃഖിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്തുകൊണ്ടാണ് എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാത്തത്, എന്തുകൊണ്ടാണ് മുഴുവൻ സമയം എന്നെ ഇഷ്ടപ്പെടാത്തത് എന്ന് നിങ്ങൾക്ക് അത്ഭുതം തോന്നും. പക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെപ്പോഴും ഉണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ നൽകി ഈശ്വരനോട് ആ വ്യക്തി നന്ദി പറയുന്നു. സദാസമയവും ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. തൻ്റെ ഓരോ വിജയങ്ങൾക്കും, തൻ്റെ ഓരോ നേട്ടങ്ങൾക്കും, ഓരോ പ്രതിസന്ധികളിൽ നിന്ന് താൻ രക്ഷപ്പെട്ടതൊക്കെ ഈശ്വരൻ്റെ മഹത്തായ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു. ഈശ്വരാനുഗ്രഹത്തെ, ഈശ്വര സാന്നിധ്യത്തെ ഹൃദയത്തിൽ എപ്പോഴും പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്നു. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ആത്മീയമായ ചിന്തകൾ കൈവെടിയാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ വലിയ സ്നേഹപ്രകടനങ്ങളൊക്കെ
പുറമെ കാണിക്കാൻ ആ വ്യക്തിക്ക് കഴിയാതെ പോകുന്നു. തൻ്റെ വിശ്വാസവും തൻ്റെ ആത്മീയതയും തനിക്ക് സമ്മാനിച്ചതാണ് തൻ്റെ വ്യക്തിയെ. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും മേലെയായിട്ട് ഈശ്വരവിശ്വാസത്തെ കാണുന്നു. ഈശ്വരൻ അനുഗ്രഹിച്ചാൽ താനും തൻ്റെ വ്യക്തിയും തമ്മിൽ വർഷങ്ങളോളം ജീവിക്കും സന്തോഷത്തോടെ എന്ന് വിശ്വസിക്കുന്നു. കേവല ആഘോഷങ്ങളെക്കാളും കേവല ശബ്ദ കോലാഹലങ്ങളേക്കും അപ്പുറത്തേക്ക് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. സ്നേഹിക്കുമ്പോൾ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. സ്നേഹിക്കാൻ മാത്രമേ അറിയൂ, സ്നേഹിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ സ്നേഹിക്കാൻ മാത്രം ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ വ്യക്തി നിങ്ങളെപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നു. ഏറ്റവും ആത്മാർത്ഥമായൊരു സ്നേഹമാണ്. പ്രകടനങ്ങളിൽ കുറവ് കണ്ടാലും ഉള്ളിൻ്റെ ഉള്ളിലെ സ്നേഹത്തിന് ഒരു കളങ്കവും ഇല്ലാത്തതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളെപ്പോഴും ഉണ്ടാകണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.